നമസ്കാരം പ്രിയപ്പെട്ടവരെ. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കൈമോശം വന്നുപോയ ഏറെ നന്മകളും പൈതൃക സമ്പത്തും തിരികെ പിടിക്കാൻ പ്രചോദനമേകുന്ന ഒരു കൊച്ചു നാടകം അവതരിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ സ്നേഹത്തെയും കരുതലിനെയും സഹന ജീവിതത്തെയും അവഗണിക്കുന്ന ഇന്നിന്റെ മക്കൾ പാടില്ലാത്ത തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് തന്റെയും കുടുംബത്തിന്റെയും ജീവിതം ദുരിതവും ദുരന്തവുമാക്കുന്ന എടുത്തുചാട്ടക്കാരികളായ പെൺകുട്ടികൾ, ലഹരിയാൽ ആകർഷിക്കപ്പെട്ട് ലഹരി മാഫിയയുടെ വലയിൽ വീണുഴലുന്ന യുവജനങ്ങൾ, അണയാത്ത ദീപങ്ങളായി മാതാപിതാക്കളെ കരുതിയിരുന്ന ഒരു കാലത്തുനിന്നും ആയുസ്സിന്റെ അവസാനമെത്തുമ്പോൾ അവഗണിക്കപ്പെടുന്ന കുറെ വാർദ്ധക്യങ്ങൾ. നന്മ ചിതലരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്നേഹത്തിന്റെ, കരുതലിന്റെ തണൽമരങ്ങളായി, സേവനത്തിന്റെ കൈത്തിരിനാളങ്ങളായി നമുക്ക് മാറാം. സഭയോടൊപ്പം, പുരോഹിതരോടൊപ്പം, സന്യസ്തരോടൊപ്പം നമുക്കൊന്നായി അണിചേരാം. 8 വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്റ് ഹിൽ ഫാത്തിമ മാതാ തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു നാടകം മുറിവുകൾ. ചേട്ടാ, ഇക്കുറി കാരുണ്യ അടിച്ചതേ നമ്മുടെ കുഞ്ഞു വർക്കി ചേട്ടന്റെ ഏലാമ ചേച്ചിക്ക. അതിന് നിനക്കെന്താ പ്രശ്നം? അല്ല, എനിക്ക് അടിച്ചില്ലല്ലോ. ഇതാ നിന്റെ സ്ട്രോങ് ചായ. കഴിക്കാൻ പഴംപൊരി വേണോ, കുമ്പളപ്പം വേണോ, അതോ പഴംപൊരി വേണോ? അതോ പഴംപൊരി വേണോ? എന്നാ പഴംപൊരി വേണ്ട, കുമ്പളപ്പം പോരട്ടെ. അതല്ലേ സുഖിച്ചേട്ടന്റെ സ്പെഷ്യൽ. ആ എനിക്കും വേണം കുമ്പളപ്പം. താരാടാ, അതിനല്ലേ കുമ്പളപ്പം. സൂചേട്ടാ, പള്ളി കഴിഞ്ഞല്ലോ, ഇനി ആ റേഡിയോ അങ്ങ് വെച്ചേ. എന്താടാ, പിന്നെന്താ? പോടാ പോടാ, ഇവന് കിട്ടിയതൊന്നും പോരെ. തലയ്ക്ക് വെളിവില്ലാഞ്ഞിട്ടല്ലേ പാവം, ആരോട് പറയാ. കണ്ടതൊക്കെ വലിച്ചു വലിച്ച് അവൻ ഉണ്ടാക്കിയെടുത്താലേ അനുഭവിക്കട്ടെ. വീട്ടുകാരെ പറഞ്ഞാൽ മതി. ഛേ, അതിന് വീട്ടുകാരെന്ത് പഴിച്ചു? എടാ, നിനക്ക് ചായ വേണോ? ഒരു ചായ വിത്തൗട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു പഴം എടുത്തേക്കാം. ഭാഗ്യശാലികൾക്ക് സൗഭാഗ്യത്തിന്റെ വസന്തകാലമായി. ഇനി ചെറിയ സമ്മാനമല്ല, കേരള ഭാഗ്യക്കുറിയിൽ വലിയ വലിയ സമ്മാനങ്ങളാണ്. കൂടുതൽ ഭാഗ്യശാലികൾക്ക് കൂടുതൽ അവസരങ്ങൾ അണിയിച്ചൊരുക്കിക്കൊണ്ട് കേരള ഭാഗ്യക്കുറി എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ടിക്കറ്റുകളുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ചു. വമ്പൻ സംഖ്യകൾ സമ്മാനങ്ങളായി ഇനി സ്വന്തമാക്കാം. ടിക്കറ്റ് വില 40 രൂപ. വിൻ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ്. ഇന്ന് 40 രൂപയ്ക്ക് 75 ലക്ഷം രൂപ ഒരാൾക്കൊന്നാം സമ്മാനം.
5 ലക്ഷം രൂപ രണ്ടാം സമ്മാനം, 12 ലക്ഷം രൂപ 12 പരമ്പരകൾ. എടി, ഞാനൊരു സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. ഉടനെ തിരിച്ചു വിളിക്കാം. എന്തൊരു കഷ്ടമാ ദൈവമേ, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അപ്പന് ചായ പറയട്ടെ? അപ്പന് വേണ്ടടാ മോനെ, നീ കുടിച്ചോ. നമുക്കടുത്ത ബസ്സിന് തന്നെ പോകാം. വേഗം ആശുപത്രിയിൽ എത്തേണ്ടതല്ലേ? ആ നോക്കാം. ചേട്ടാ, അപ്പനൊരു ചായ വിത്തൗട്ട് കടുപ്പത്തിൽ വേണേ. ഓ ശരി. അപ്പ, ബസ് വരുമ്പോഴേക്കും ഞാൻ വരാം. അപ്പ ചായ കുടിച്ച് ഇവിടെ ഇരിക്കും. ചേട്ടാ, അപ്പനെ ഒന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്തെത്തി. വലിയ ആൾത്തിരക്കൊന്നുമില്ല. എന്താ മനുഷ്യ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂന്ന് അറിഞ്ഞൂടെ? എവിടെയെങ്കിലും കൊണ്ട് കളയാ കിളവനെ. വല്ല ആനയും പുലിയും ഉള്ള കാട്ടിലായാലും വേണ്ടില്ല. ഇനി ഇങ്ങോട്ടെങ്ങാനും തിരിച്ചു കൊണ്ടുവന്ന നശിച്ച ഒരു ഉപദേശക്കാരൻ കൂടെ മറവിയും. ഞാനൊരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇനി വേഗം തിരിച്ചെത്താം. സുഖവേ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ചായ ഒന്ന് കൊടുക്കട്ടെ? ഓ, ഞാൻ ചായക്ക് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ഇതാ കുടിച്ചോ. പള്ളിയിൽ പോയതാണെന്ന് ചോദിക്കുന്നില്ല. അതിന്റെ കാര്യമില്ല. നമ്മുടെ ബ്രാൻഡ് കട്ടനിങ് പോരട്ടെ. ഓ റെഡി. അമ്മേ അമ്മേ, എനിക്ക് പഴംപൊരി വേണം. അമ്മേ, എനിക്ക് പഴംപൊരി മിഠായും വേണം. വാങ്ങിച്ചു തരാട്ടോ. ജോസാറല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന് ചോദിച്ച സാറെന്നെ 9ലും 10ലും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സംഗീത. ഓ, സംഗീത സെബാസ്റ്റ്യൻ. മറക്കുമോ നിന്നെ? കലോത്സവ വേദികളിൽ നമ്മുടെ സ്കൂളിന്റെ യശസ് ഉയർത്തിയ മിടുക്കി. മിടുക്കി. പപ്പയെ ഇപ്പോ പള്ളിത്താഴത്തുനിന്ന് കണ്ടായിരുന്നു. പപ്പ അവിടെ ഉണ്ടോ? ഉവ്വ്. അതിരിക്കട്ടെ, നീ പഠിക്കാൻ വലിയ മിടുക്കിയായിരുന്നല്ലോ. MBBSന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അത് നേരാ സാറേ. പിന്നെന്തു പറ്റി? സാർ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റു പറ്റിപ്പോയി. എനിക്കറിയാം മോളെ, ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. നീ അന്യമതക്കാരന്റെ കൂടെ പോയതും പഠിപ്പ് നിർത്തിയതും നിന്റെ പപ്പയെ എതിർത്ത് കോടതിയിൽ പോയതും സംസാരിച്ചതും ഒക്കെ അറിയാം. ശരിയാ. എന്റെ പപ്പയെ തള്ളി പറഞ്ഞതിനും എന്റെ മമ്മിയെ കരയിച്ചതിനും ഒക്കെ ദൈവം എനിക്ക് ശിക്ഷ തന്നു സാറേ. എന്നെ കല്യാണം കഴിച്ചയാൾ 2 കുട്ടികളെ തന്നതിന് ശേഷം എന്നെ ഉപേക്ഷിച്ചു. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു വിധത്തിൽ ഇത്രയും നാൾ പിടിച്ചു നിന്നു. ഇനി വയ്യ. ഇപ്പോ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സർ. എനിക്ക് എന്റെ വീട്ടിൽ പോണം. പപ്പയും മമ്മിയും കണ്ട് ആ പാദത്തിൽ വീണ് മാപ്പ് ചോദിക്കണം. മോൾ സമാധാനിക്ക്, കരയാതെ. സാർ എന്നെ സഹായിക്കണം. എന്റെ കൂടെ ഒന്ന് വീട് വരെ വരണം. പപ്പയോട് സംസാരിക്കണം. എന്നെ ഈ മക്കളെ രക്ഷിക്കണം. സാർ എന്നെ സഹായിക്കണം.
സുഖു, ഗുഡ് മോർണിംഗ്. സെബാസ്റ്റ്യ, നിൽക്ക്. നിന്നേ. പപ്പ, എന്റെ പപ്പ. മാറ്. ആരാ നിന്റെ പപ്പ? എനിക്ക് പപ്പയും അമ്മയും വേണ്ടെന്നല്ലേ നീ കോടതിയിൽ പറഞ്ഞത്? പപ്പ, എനിക്ക് തെറ്റുപറ്റി. തിരിച്ചറിയാൻ വൈകി. എനിക്ക് മാപ്പ് തരണം. എന്റെ പപ്പയും അമ്മയും കരയിച്ചതിന് എനിക്ക് വലിയ ശിക്ഷ തന്നെ കിട്ടി. ഞങ്ങൾ ശിക്ഷിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ആരും നിന്നെ ശിക്ഷിച്ചിട്ടില്ല. നീ സ്വയം ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണിത്. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എനിക്കറിയാമായിരുന്നു ഒടുവിൽ നിന്റെ ഗതി ഇതാകുമെന്ന്. അന്ന് കോടതി വരാന്തയിൽ ഞാനും അമ്മയും ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് പോകല്ലേ പോകല്ലേ എന്ന് വിലക്കിയില്ലേ? എന്നിട്ടും നീ പോട്ട് സെബാസ്റ്റ്യ. എന്തായാലും മോള് തിരിച്ചു വന്നല്ലോ. മക്കള് നമ്മുടെ മുമ്പിൽ നിന്ന് കഴിയുമ്പോ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നീ ക്ഷമിക്ക്. നിന്റെ പൊന്നുമോളെയും കൊച്ചുമക്കളെയും ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോടാ. ഇപ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. എന്താ നീ പറഞ്ഞേ? ഇപ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ കേൾക്കാൻ പാടില്ലാത്ത ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരുമെന്ന്. നീ ഈ മകളെയും കൊച്ചുമക്കളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. ഞാനല്ലേ പറയുന്നത്. മോളെ, എന്റെ പൊന്നുമോളെ. എനിക്ക് എന്റെ മമ്മിയെ കാണണം. മമ്മിയെ കാണണം. മാപ്പ് ചോദിക്കണം. കണ്ടോ, ഇതാണ് അപ്പന്റെ സ്നേഹം. അവർക്ക് പൊറുക്കാനേ കഴിയൂ, പൊറുക്കാനേ കഴിയൂ. സമയം ഒത്തിരി ആയല്ലോ. വല്യപ്പച്ച വന്നേ, നമുക്ക് അകത്ത് പോയി വല്ലതും കഴിക്കാം. വന്നേ. അളിയ, പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ലെവനെ കാണുന്നില്ലല്ലോ. വല്ല പോലീസിന്റെ കയ്യിലും പെട്ടോ? പോലീസോ? നീ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ. അളിയ, പുല്ലും പേപ്പറും കിട്ടണ്ടേ? സംഗതി ഭയങ്കര ടൈറ്റാ. പക്ഷെ അവൻ സംഘടിപ്പിക്കും, അതുറപ്പാ. പേപ്പറോ? അതെന്താ? എടി, MDM. ബ്രോ, സാധനം കിട്ടി. ഉടനടി എത്തുന്ന മെസ്സേജ്. ഇതൊന്നും മെസ്സേജ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെല്ലാം കോടാ. നീ ബേജാറാവത്, ചുമ്മാ ഇരി. എടാ, അവ വരുന്നത് വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ചെറുത് വല്ലതും. എന്റെ ബ്രോ, എല്ലാം കാലിയാ. അവനെത്തിയല്ലോ.
നീ എന്താടാ ലേറ്റ് ആയത്? വീട്ടിലൊരു രക്ഷയില്ല ബ്രോ, ശല്യം തന്നെ. ധ്യാനം കൂടണം, പള്ളി പോണം, ചേനയാണ് ചേമ്പാണ്. ഡാളിയാ, എന്റെ വീട്ടിലും സീന. സന്ധ്യക്ക് വീട്ടിലെത്തണം. അയ്യോ വയ്യായി. ഇതൊക്കെ കണ്ടുപിടിച്ചവനെ തല്ലണം. അല്ല പിന്നെ ഓരോരോ അറുപൂറും പരിപാടികളെ. നിർത്തടാ വാചകൻ. സാധനം എവിടെ? സ്വയംഭ സാനളിയാ. ഇവനെ കിട്ടുന്ന ആ ഒരു സുഖം. പൊന്നു മോനെ, ചങ്ക് ബ്രോ, നീ ഞങ്ങളുടെ ജീവിതം കളറാക്കും. നോക്കടാ. അയ്യോ പാവ അപ്പാപ്പൻ. ഈ വയസ്സാം കാലത്ത് വീട്ടിലിരുന്നൂടെ കാരണവരെ? ചേട്ടാ, ഒരു പാക്കറ്റ് സിഗരറ്റ്. ഇവിടെ സിഗരറ്റ് ഒന്നുമില്ല മക്കളെ, വേണമെങ്കിൽ കടുപ്പത്തിൽ ഓരോ ചായ കുടിക്കാം. എടാ പോലീസ്, സാധനം വിളിപ്പിക്കേ. സാധനം എടുക്കടാ. കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയാ ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല സാർ. ചുമ്മാ അങ്ങ് വെറുട്ടിയ ഇല്ലാത്ത സാധനം കിട്ടുമോ? എന്നാ പിന്നെ അങ്ങ് എടുക്ക്. സാറേ, ഇത് മറ്റവനാ, ഇടുക്കി. നീയും ഇവരുടെ ഗ്യാങ്ങിലുള്ളതാണോ? അല്ല സാറേ, ഇവൻ വിളിച്ചതുകൊണ്ട് വന്നതാ. അയ്യോ, വീട്ടിലറിഞ്ഞാ കൊല്ലും സാറേ. നിന്നെ ഞാൻ... അയ്യോ തല്ലല്ലേ സാറേ, മാപ്പാക്കണം, കേസാക്കരുത് സാറേ. അപ്പോൾ നീയാണല്ലേ ക്യാപ്റ്റൻ? പഠിക്കേണ്ട സമയത്ത് നിന്റെ ഒക്കെ ഓരോ പരിപാടികൾ. നിന്നെ ഞാൻ... മര്യാദ ഞങ്ങള് പഠിപ്പിച്ചുതരാം. അയ്യോ, എക്സാം അടുത്ത് വരുന്നു, കേസാക്കരുതേ സാർ. നടക്ക് സ്റ്റേഷനിലേക്ക്, പഠിപ്പിച്ചു തരാം നിങ്ങളെ. ഇവർ നിരപരാധികളാണ് സാർ. ഈ പൊതി കൊണ്ടു കൊടുത്തയാൾ പോയി. ഇവർ എന്റെ കൂടെ ഉള്ളവരാണ്, എന്റെ പിള്ളേരാണ് സാറേ. ആഹാ, ഈ ബാഗ് ആരുടേതാണ്? അതെന്റേതാണ്. എന്റെ മകൻ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാ. ഒരുപാട് സമയമായി ഞാൻ അവനെ കാത്തിരിക്കാ സാർ. അപ്പൊ നിന്റെ മകന് കഞ്ചാവ് ബിസിനസ് ആണല്ലേ? എന്താ? ഇല്ല ഇല്ല സാർ, അവനൊരിക്കലും അത് ചെയ്യില്ല. ഈ പറയുന്നത് ശരിയാണ് സാർ. കട നിന്റേതല്ലേ, നീയും കുടുങ്ങും. ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പാരന്റ്സിനെ വിളിപ്പിച്ച് എഴുതി വാങ്ങണം. നടക്കട എല്ലാവരും. പിന്നെ ആവശ്യമെങ്കിൽ നിങ്ങളും വരേണ്ടി വരും. ബാഗും കൊണ്ടുവരണം. ഈശ്വര കാത്തോളണേ, നമ്മളെല്ലാവരും പെടുവോ അപ്പച്ച? ഞാൻ ഒരാളെ വിളിക്കട്ടെ. ഹലോ ജോസാറേ. എന്താ സുഖു? ജോസാറേ, വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളറിയുന്ന 3-4 പിള്ളേരെ കഞ്ചാവുമായി പോലീസ് പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിലൊരാൾ നമ്മുടെ പൗലോസാറിന്റെ മകനാണ്. അതിലും കഷ്ടം, കത്രീന ടീച്ചറുടെ ഇളയ മകളും അവരുടെ കൂടെയുണ്ട്. സാർ ഒന്ന് വേഗം സ്റ്റേഷനിലേക്ക് വിളിക്കണം. നമ്മുടെ കടയിൽ വെച്ചായതുകൊണ്ട് ഞാനും പെടും. ശരി ശരി, ഞാൻ ഇപ്പൊ വിളിക്കാം. ഓക്കെ സാർ. എന്താ അപ്പച്ച? ആകെ ഒരു വിഷമം. പ്രശ്നമാവോ? പേടിക്കണ്ട അപ്പച്ച, ജോസാർ പറഞ്ഞാൽ കേസാക്കില്ല. വല്ലാത്ത കഷ്ടം പിടിച്ച കാലം തന്നെ. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്ത്? നമ്മുടെ നല്ല കാലമൊക്കെ ഇനി തിരിച്ചു വരുമോ? വല്യപ്പച്ച, കേസാക്കിയില്ല.
ഞങ്ങൾ രക്ഷപ്പെട്ടു. വല്യപ്പച്ചനോടും ചേട്ടനോടും നന്ദി പറയാൻ വന്നതാ ഞങ്ങള്. നന്ദി പറയേണ്ടത് ആ വലിയ മനുഷ്യനോടാ. ഏതായാലും രക്ഷപ്പെട്ടല്ലോ, ഇനി ആവർത്തിക്കരുത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞങ്ങളത് ഉപയോഗിക്കില്ല. വല്യപ്പച്ച, ചേട്ടാ, ഞങ്ങൾക്ക് മാപ്പ് തരണം. സാരമില്ല മക്കളെ, നിങ്ങൾ പശ്ചാത്തപിച്ചല്ലോ, നന്നായി വരും. നിങ്ങളൊക്കെ നല്ല കുട്ടികളാ. കഞ്ചാവിനും കള്ളിനും വിട്ടുകൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. വിലയുള്ള ഈ ജീവിതം വിലയോടെ ജീവിച്ചു തീർക്കണം. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം. മാതാപിതാക്കൾക്ക് ഭാരമാവരുത്. ഇല്ല വല്യപ്പച്ച, ഞങ്ങൾ ഇനി ലഹരി തൊടില്ല. ലഹരിക്കെതിരെയുള്ള യുദ്ധം ഞങ്ങൾ നയിക്കും. ഞങ്ങൾ ജയിക്കും. വല്യപ്പച്ച, ഞങ്ങൾ പോട്ടെ. എന്താ അപ്പച്ച, എന്തു പറ്റി? സുഖവേ, എവിടെ നമ്മുടെ പ്രശ്നക്കാർ? പോയോ എല്ലാരും? പോയി. ജോസാർ ഇടപെട്ടത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതിയെന്ന്. ഇദ്ദേഹം ഇനിയും പോയില്ലേ? ആരാ ഇത്? അറിയില്ല. രാവിലെ മകൻ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയതാ. ഇതേവരെ ആളെത്തിയില്ല. അത് ശരി. ആ അപ്പച്ച, മകൻ വന്നില്ലല്ലേ? നേരം കുറെ ആയല്ലോ. എങ്ങോട്ട് പോവാനാ? അവൻ വരും. മെഡിക്കൽ കോളേജിൽ പോവാനാ. എവിടെയാ വീട്? ഞങ്ങൾ കൊണ്ടുവിടാം. എന്റെ വീട് വയനാട്ടിലാ. എന്നാ മകനെ വിളിക്കാം. ഫോൺ നമ്പർ അറിയുമോ? നമ്പറൊന്നും അറിയാൻ മേല. എനിക്കിച്ചിരി ഓർമ്മക്കുറവുണ്ട്. ഞാനിവിടെ ഇരുന്നോളാം. അപ്പച്ച, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സംസാരിക്കാമോ? ആ, എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ കൊണ്ടുപോകണോ? വേണ്ട, ആശ്വാസം തോന്നുന്നുണ്ട്. എന്റെ മോൻ വരട്ടെ, എന്നിട്ട് ആശുപത്രിയിൽ പോകാം. അപ്പച്ചന്റെ മരുന്ന് വല്ലതും ബാഗിലുണ്ടോ? മരുന്നൊക്കെ ബാഗിൽ കാണും. എന്തായാലും മോൻ വരട്ടെ. അപ്പച്ച, നേരെ ഒത്തിരി ആയല്ലോ. ഇവിടെ അടുത്ത് ഒരു കരുണാഭവനുണ്ട്. തൽക്കാലം അവിടേക്ക് പോകാം. മോൻ വരുമ്പോ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഞാൻ അവരെ വിളിക്കട്ടെ? വേണ്ട, മോൻ വരും. വരാതിരിക്കില്ല. അപ്പച്ച, എനിക്ക് കടയടയ്ക്കണമല്ലോ. സുഖു, വല്ലപ്പച്ചൻ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ ചോറൊക്കെ കൊടുത്തായിരുന്നു, പക്ഷെ കുറച്ചേ കഴിച്ചുള്ളൂ. ചേട്ടാ, എന്റെ അപ്പച്ചനെവിടെ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? നിനക്ക് എന്ത് പറ്റി? ചേട്ടാ, എന്റെ അപ്പച്ചൻ പാവം, നിന്നെ നോക്കിയിരുന്ന് തലചുറ്റി അവശനായി ദാ അവിടെ കിടക്കുന്നു. നീ എന്തിനാ അപ്പനെ ഇവിടെ കൊണ്ടുവന്നല്ലേത്? നീ ഒരു മകനാണോ? സാറേ, എനിക്ക് മാപ്പ് തരണം. സത്യം പറഞ്ഞാൽ അപ്പനെ ഞാനിവിടെ ഉപേക്ഷിച്ചു പോയത് തന്നെയാണ്. വീട്ടിൽ ചെന്നപ്പം എനിക്ക് മനസ്സമാധാനമില്ലാതായി. ഞാൻ അപ്പനെ തിരികെ കൊണ്ടുപോകാൻ വന്നതാണ്. നിനക്ക് എന്റെ കടയെ കണ്ടുള്ളടാ അപ്പനെ കൊണ്ടുവന്ന് തള്ളാൻ. അല്ല, നിങ്ങൾക്ക് വീട്ടിലെന്താ പ്രശ്നം? അപ്പന്റെ വക കുറെ സ്ഥലം മലയിലുണ്ട് സാറേ. റബ്ബറിനും തേങ്ങയ്ക്കും വിലയില്ല. ആനയും പുലിയും കാരണം ജീവനോടെ നടക്കാൻ പറ്റില്ല. പന്നിയും കുരങ്ങും കാരണം കൃഷി ചെയ്യാനോ കഴിയില്ല. ബഫർ സോണിന്റെ പേര് പറഞ്ഞ് ബാങ്കുകൾ ലോണും തരില്ല. ആകെ കഷ്ടപ്പാടും കടവുമാണ്. ജീവിക്കാൻ ഒരു വഴിയുമില്ല. പിന്നെ അതുകൊണ്ടൊക്കെ ചെയ്തു പോയതാണ് സാറേ. എന്നോട് ക്ഷമിക്കണം. നീ കരയുന്നു? നാണമില്ലേ നിനക്ക്? അത്താഴ പട്ടിണിക്കാരും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരും കൂടി ഈ പണി ചെയ്യില്ലല്ലോടാ. മാതാപിതാക്കൾ വയസ്സാകുമ്പോ ഒരു പാഴ്വസ്തുവാണെന്ന് തോന്നുന്നുവെങ്കിൽ ഓർത്തോ, നിനക്കും വയസ്സാകും. നീ സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്നതെന്തോ അത് തന്നെ നിന്റെ മക്കൾ നിനക്കും തിരിച്ചു തരും. ഇതാണ് മക്കൾ കണ്ടുപിടിക്കുന്നത്. ഇനിയെങ്കിലും വിവരമുള്ള ഒരു തലമുറയുണ്ടായിരുന്നെങ്കിൽ.
അപ്പച്ച. മോനെ, എന്റെ പൊന്നു മോനെ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നടാ. മോനെ. വൃദ്ധരായ മാതാപിതാക്കളെ മുറിപ്പെടുത്താതെ ദൈവത്തെ പോലെ കാണണം, ശുശ്രൂഷിക്കണം. അവരുടെ സ്വത്തല്ല, സ്നേഹമാണ് നമ്മുടെ സമ്പത്തും അടിസ്ഥാനവും. നാം വാർദ്ധക്യത്തോളം സന്തോഷത്തോടെ ജീവിക്കാനും നമ്മുടെ മക്കളുടെ സ്നേഹം ലഭിക്കാനും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ച് സംരക്ഷിക്കാം. എന്തൊക്കെ മുറിവുകളാണ് ഇന്ന് ഈ ജീവിതത്തെ വ്രണപ്പെടുത്തുന്നത്. അതെ അതെ, എത്രമാത്രം ആഴത്തിലുള്ള മുറിവുകളും വേദനകളുമാണ് ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്നത്. ക്രൂശിതന്റെ തിരുമുറിവുകൾ അറിയാതെ പോകുന്നതാണ് ഈ അപജയങ്ങൾക്ക് കാരണം. ചുറ്റുമുള്ളവരുടെ മുറിവുകളിൽ തൈലം പുരട്ടുന്നതിനും സൗഖ്യമാക്കുന്നതിനും വേണ്ടിയാണ് അവൻ അന്ന് മുറിക്കപ്പെടലുകൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. കഴിയാത്തവരുടെ എണ്ണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അത് കുടുംബത്തിനകത്തും പുറത്തും. കർത്താവ് പറഞ്ഞു തന്ന പോലെ കൂടുതൽ വിപത്തുകൾ സംഭവിക്കാതിരിക്കാൻ ഈ തലമുറയും വരും തലമുറകളും പശ്ചാത്തപിച്ച് അവന്റെ മുറിവുകളോട് ചേർന്ന് നിൽക്കണം. അതെ, നമുക്കവനോടൊപ്പം ചേർന്ന് നിൽക്കാം. ദൈവരാജ്യം പുനഃസ്ഥാപിക്കാം. നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. അരങ്ങിൽ കുര്യാച്ചൻ പൂവം തുരുത്തി, ടോമി എബ്രഹാം, ഷാജു ഉല്ലുക്കാരൻ, റോയ് കാരാത്ര, ഷാജി കാലായി, സ്റ്റാർവിൻ തരകൻ, ജെയിംസ് ചട്ടിപ്പറമ്പിൽ, ജിയോ മണലോത്ത്, തോമാച്ചൻ, ബെന്നി കാസിനോ, ബിജു ബേസിൽ, അനീറ്റ ജോജോ, അന്ന ക്രിസ്, സെറ എലിസബത്ത്, സ്റ്റീവ് ജോ മാത്യു, ബദേൽ വലിയ വീട്ടിൽ, കെവിൻ ജിയോ, ആൻ റോയ്, ഓസ്റ്റിൻ നടക്കാവുകാരൻ. ശബ്ദ സാന്നിധ്യം ഷീബ റോയ്, ജോയ്സി അഗസ്റ്റിൻ. സാങ്കേതിക സഹായം ആൽബർട്ട് ആന്റണി, അലൻ ജോ മാത്യു. പ്രകാശമിശ്രണം നവീൻ രാജ്. മേക്കപ്പ് പ്രവീഷ് കോഴിക്കോട്. രംഗസജ്ജീകരണം KCYM, അലൻ VJ, അലന്റീന നടക്കാവുകാരൻ. ലൈറ്റ് ആൻഡ് സൗണ്ട് ബാഷിദ് കാരപ്പറമ്പ്. സൗണ്ട് എഞ്ചിനീയർ, മ്യൂസിക് ആൻഡ് എഡിറ്റിംഗ് പ്രവീജ് പ്രഭാകർ. സ്റ്റുഡിയോ ഗ്രീൻ വേവ്സ് കോഴിക്കോട്. നാടകരചന ബെന്നി മടുക്കക്കുഴി, സോണി ചിരട്ടവേലിൽ. സംവിധാനം ടോമി എബ്രഹാം.